എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഷൂട്ട് ചെയ്തൊരു സിനിമയാണത്. അപ്പം ഞങ്ങൾ പരിചയപ്പെടുത്താം സംഗീത് പ്രതാപ്. ഞാൻ എഡിറ്ററായിട്ട് വെക്കുമ്പോൾ അതേ പേര് അറിയില്ലായിരുന്നു. ഇപ്പോൾ പുള്ളി വളരെ പ്രശസ്തനാണ് ഫോർ ഓബ്വിയസ് റീസൺസ്. ഇത് ശങ്കർ ശർമ്മ, മ്യൂസിക് ഡയറക്ടർ ഈ സിനിമയുടെ. റയാൻ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആവാൻ പോകുന്ന ഒരാളാണ്. ഉണ്ണിമൂന്നൻ, ജോമോൻ ആൻഡ് മഹിമ. അപ്പം ഈ സിനിമയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പലർക്കും പല കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമ നല്ലൊരു ടീം എഫേർട്ട് ഈ സിനിമയുടെ പുറകിലുണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും അതിൻ്റെ മാർക്കറ്റിങ്ങിലും എല്ലാം നന്നായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ സിനിമയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളുടെ വന്നിട്ടുള്ളത്. താങ്ക് യു. ഹലോ, നമസ്കാരം. അഗൈൻ രഞ്ജിത്ത് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച്. ഇത്രയും പേര് ഇവിടെ ടേൺ ഔട്ട് ആയി. അഗൈൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ ഐ തിങ്ക് ഒരു പ്രോമിനൻറ്റ് തിയേറ്ററിൽ റിലീസാണ് ജയഗണേഷ്. ഈ വരുന്ന ഏപ്രിൽ 11 മുതൽ സിനിമ കേരളത്തിലും ഔട്ട്സൈഡ് കേരളയിലും റിലീസ് ഉണ്ടാവും. ഐ ഹാഡ് എ പ്രിവിലേജ് ടു വർക്ക് വിത്ത് എ ഫാന്റാസ്റ്റിക് ഗ്രൂപ്പ്. ഞാൻ രഞ്ജിത്തുമായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുൻപേ ഒരുപാട് ഇന്റർവ്യൂസ് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഐ തിങ്ക് ആസ് എൻ ആക്ടർ ആസ് എ ഒരു എന്താ പറയുക സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറി കഴിഞ്ഞു ജയഗണേഷ്. ഓൾറെഡി ടോൾഡ് രഞ്ജിത്ത് ദാറ്റ് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഹിം ബീങ് ദ റൈറ്റർ, അത് ഐ തിങ്ക് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് വർക്ക് ആയിട്ട് ഞാൻ കാണുന്നു. വിൽ ഡെഫിനറ്റ്ലി റൈറ്റ് മോർ. ബട്ട് ടിൽ ഡേറ്റ് ഐ തിങ്ക് ആ ഭാഗ്യം എനിക്കുണ്ടായി. നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. ആൻഡ് ഫാന്റാസ്റ്റിക് ക്രൂ എല്ലാം ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരോടും ഇപ്പം തന്നെ നന്ദി പറയുന്നു. അഗൈൻ വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം അവരെല്ലാവരും മഹിമയുടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ല രണ്ടാമത് വർക്ക് ചെയ്യുന്നു. സോ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എല്ലാവർക്കും. ജോമോൻ, ഷീസിയർ, യു ഹേർട്ട് ബാഡ്ലി, ഗെറ്റ് വെൽ സൂൺ. റയാൻ വെരി ചാമിങ്, ഭയങ്കര ഇൻ്റലിജന്റ്. ആൻഡ് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ മാത്രമല്ല ഐ തിങ്ക് ഹിം ബീങ് എ വെരി ടാലന്റഡ് ഗൈ. വളർന്നു വരുമ്പോഴേക്കും ഐ തിങ്ക് ഹാവ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ഇൻഡസ്ട്രി. പിന്നെ സൂപ്പർ സ്റ്റാർ ആൻഡ് ശങ്കർ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Hello everyone. ആദ്യം ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ജയഗണേഷ് സിനിമ ഏപ്രിൽ 11 റിലീസാവുകയാണ്. പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു അമേസിങ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രഞ്ജിത്ത് സാറിൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് തന്നെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. വേറൊരു സിനിമ അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഇത്രയും സെൻസിബിളായ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഉണ്ണിയുടെ കൂടെ ഇത് 2ാമത്തെ തവണയാണ്. ഐ thoroughly enjoyed working with him. പിന്നെ നമ്മുടെ ഡയറക്ടർ റയാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ചാമിങ്, വെരി ചാമിങ് ബോയ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ്. ആൻഡ് ചേച്ചീൻ്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ എം വെരി ഗ്ലാഡ് ദറ്റ് ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ എ ഫിലിം. ചേച്ചി അഭിനയിച്ചൊരു സിനിമയിൽ, പിന്നെ നന്ദു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു കോണ്ടന്റ് ഓറിയന്റഡ് സിനിമയായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കേട്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷണലായ, എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ കാണാം, കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം. സോ ഹാപ്പി. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ ഒരു പ്രൊമോഷൻ വർക്ക്. ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇതെല്ലാം എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ മൂവിയുടെ എന്നോട് പലരും ചോദിക്കണ്ടേ എന്താണ് ഈ മൂവിയിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് രഞ്ജിത്ത്. ഞാൻ പാസഞ്ചർ മൂവിയുടെ ഒരു വലിയ ഫാനാണ്. സോ
എനിക്ക് രഞ്ജിത്തിന്റെ ഒരു ടെക്സ്റ്റ് വരുന്നു, വിൽ യു ബി എ പാർട്ട് ഓഫ് മൈ മൂവി എന്ന് വെച്ചപ്പോൾ കണ്ണു അടച്ച് യെസ് ഓഫ് കോഴ്സ്. ബാക്കി ഒന്നും ഞാൻ ഡയറക്ടറും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. സെക്കൻഡ് ഉണ്ണി. പിന്നീടാണ് അറിഞ്ഞത്, കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിന്നീടാണ് അറിഞ്ഞത് ഉണ്ണിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. മഹിമ, നമുക്കെല്ലാവരും ഇപ്പോൾ അറിയുന്ന പേര് അമൽ ഡേവിസ്. റയൻ, ബാക്കി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും. പിന്നീട് വേറൊരു ഫാക്ടറി മൂവിയിലോട്ട് എന്നെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ വിശേഷിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴെല്ലാവരും എന്നെ ആ കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത് വിശേഷിപ്പിച്ചിരുന്നത് ഫ്ലാഗ് ബെയറർ ഓഫ് ഗ്ലിസറിൻ. എപ്പോഴും എല്ലാ സിനിമയിലും കണ്ണ് കലങ്ങിയ ഒരു ക്യാരക്ടർ, കരഞ്ഞ് ഏറ്റവും കരയുന്നത് ഞാനായിരുന്നു. അന്നൊക്കെ ട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ എനിക്ക് തോന്നുന്നു എനിക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ മൂവിയിൽ ഒരു പ്രാവശ്യം പോലും എൻ്റെ അടുത്തൂടെ പോലും ഗ്ലിസറിൻ പോയിട്ടില്ല. ഇതിനകത്തൊരു ഒരു ഫീമെയിൽ ലേഡി ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാനൊരു ബോൾഡ് ആൻഡ് ഒരു ഫിയേഴ്സ് ക്യാരക്ടർ. സോ ഐ എം സോ ഹാപ്പി. April 11th റിലീസ്. And thank you all for coming. Thank you. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് വന്നിരിക്കുന്നു. ഒപ്പം ഭയങ്കര ടെൻഷനുണ്ട്. കാരണം ഈ KGF ഉള്ള മറ്റേ എയർഗണ്ണിന്റെ മുമ്പിൽ മറ്റേ എന്താ പറയാ തോക്കുന്നേട്ട അതുപോലൊരു ഫീൽ ഉണ്ട്. ഇത്രയും ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ട്. അവിടെ തുടങ്ങി വരുമ്പോഴേ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ആസ് ആൻ എഡിറ്ററാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്നും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് സാറിന്റെ എനിക്കും പാസഞ്ചറിനൊക്കെ ശേഷം എനിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മൂവി ആയിരിക്കും ജയ് ഗണേഷ്. അപ്പോൾ ആസ് ടെക്നീഷ്യൻ നമ്മൾ ഇതിന്റെ കൂടെ കുറെ നാളായിട്ട് ട്രാവൽ ചെയ്തത് കൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ പയ്യെ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനൊരു സ്പേസിൽ വരുമ്പോൾ ഈ സിനിമയുടെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വന്നതിൽ എല്ലാവർക്കും നന്ദി. പബ്ലിക്കിന് മുമ്പിൽ അധികം വന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ സംഗീതം പറഞ്ഞ കുറെ സ്റ്റോക്കുകളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ ഒരു ട്രെയിലറിൽ കണ്ട മാതിരി ആ ഒരു ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് നല്ലൊരു വേർഷൻ ആയിരിക്കും സിനിമ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളുടെ വർക്കിനെ പറ്റി പോലത്തുന്നതിൽ വലിയ ഉറപ്പില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി വിഷുക്കാലത്ത് പോയി കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Hello everyone, this is my first Malayalam movie. I'm really excited. I hope you all watch it. The release is on April 11th. Thank you to Unni Cheta, Ranjit Cheta and Anup Cheta for giving me this opportunity. Me and Unni had a lot of fun during the set and I hope you all enjoy the movie. Thank you. I'd like to add on something. Shankar Vadi, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു AI വേർഷൻ സോങ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഒരു ഇപ്പോൾ AI-നെ കുറിച്ച് അല്ലെങ്കിൽ ഡൂയിങ് അലോടത്തെ എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സോ അത് വലിയൊരു ബോൾഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഫ്രം പാർട്ട് ഓഫ് ശങ്കർ ആൻഡ് രഞ്ജിത്ത് രണ്ടുപേരും ചേർന്ന് ഇങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടാക്കി. ഐ തോട്ട് ഐ ഷുഡ് ഗെറ്റ് റിസൾട്ട്. അപ്പോൾ യെസ്, ഭയങ്കര പുതുമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഫീൽ ഇറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് എൻ്റെ കരിയറിൽ ഇങ്ങനത്തെ സിനിമ വരെയായി ഇതിൻ്റെ ആസ് എൻ ആക്ടർ ഇല്ല. സോ ടെക്നിക്കലി ഓൾസോ ഭയങ്കര എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ കാണുന്നവർക്ക്. താങ്ക് യു. അതെ 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 അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തില് അത് തെലുങ്കിൽ രാജമൗലി, തമിഴില് ഉദയനിധി സ്റ്റാലിൻ, മലയാളത്തിൽ രഞ്ജിത്ത് ശങ്കർ. അപ്പൊ അല്ല, സന്തോഷമാണ് ഇവരുടെയൊക്കെ കൂടെ. രഞ്ജിത്ത് സാർ മാത്രമേ ഇതിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒന്നിച്ചാണ് ചുമ്മാ തമാശ തന്നെ. അവിടെ വെച്ച് സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പരിചയമൊന്നുമില്ല. അല്ലാതെ ഞങ്ങള് സ്ഥിരം ഫോൺ വിളിച്ച് ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പൊ എന്നാലും എന്റെ സൈഡിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞേക്കാന്ന് തോന്നുന്നു. അപ്പൊ സന്തോഷമാണ്. നമ്മൾക്ക് ഇപ്പൊ രഞ്ജിത്ത് സാറിനോടുള്ള രണ്ടാമത്തെ സിനിമയാണ്. നമ്മള് സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്.
അത് മാത്രമാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ആസ് ആൻ എഡിറ്റർ സംഗീത് പ്രതാപ് ഒരു ബ്രാൻഡൊന്നും അല്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇപ്പോഴാണ് നിങ്ങൾ പോലും അമൽ ഡേവിസ് വന്നുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് ആസ് ആൻ എഡിറ്റർ നമ്മൾ വരുന്നത് നമ്മൾ ഈ ഒരു സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ആകെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇപ്പോൾ സൗണ്ട് ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ടായിരുന്നു ഇന്ന് പ്രസ് മീറ്റിൽ നിന്ന് തുടങ്ങി പോകുന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം 3 മണി വരെയൊക്കെ ഒന്നല്ല VFX സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചിലപ്പോൾ ആസ് ആൻ എഡിറ്റർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വീട്ടിലൊക്കെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് ചെന്ന് അഷ്വർ ചെയ്യുക, ഈ പറഞ്ഞ റിലീസ് ഡേറ്റ് വളരെ ടൈറ്റ് ആവുന്നത് കൊണ്ടൊക്കെ ഉള്ള അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു പ്രൊഫൈൽ കൊടുക്കാൻ പറ്റും, നമ്മളുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ അതാണ്, അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ സിനിമയിൽ ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യും. ലിറ്റിൽ മിസ് റാവുത്തറിന്റെ തലേ ദിവസം വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ വേണ്ടി വന്നില്ല, പക്ഷെ ക്യൂവിൽ പോയതിനു ശേഷം ഒരു ഷോട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് സിനിമ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ, എന്താണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത്. ഒരിക്കലും അത് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മുടെ ടെൻഷൻസും സമാധാനവും ഉറക്കമൊക്കെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു പെർഫെക്റ്റ് അല്ല, ഏറ്റവും ബെറ്റർ സിനിമ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ മാത്രമാണ് അതൊക്കെ. ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ നമ്മളെ ഇടുന്നൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സക്സസ് നമ്മളുടെ ഒപ്പം വരുമ്പോൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നോ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നോ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്കറിയില്ല, കാരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിരുന്നു, ആസ് ആൻ ആക്ടർ ചെയ്തിട്ടുണ്ട്, ആസ് ആൻ എഡിറ്ററും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലൊക്കെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴും ആ സിനിമ ഒരു വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കും നമ്മൾ ചെയ്തതിന് ഒരു ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുക. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാവാം. അപ്പോൾ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ലിറ്റിൽ മിസ് റാവുത്തറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഭയങ്കര പെയിനോടുകൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു എക്സ്പോഷറും കൂടിയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ സിനിമയാണ്, അതിന്റെ സ്കെയിൽ അതിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ ഇത്രയും നാളെ ഞാൻ ചെയ്ത സിനിമകൾ, ഞാൻ ഫെയിലിയേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്, ഒരു ആവറേജ് സിനിമകളുടെ ഭാഗമായിട്ട്, നല്ല സിനിമകളുടെ ഭാഗമായിട്ട്. അപ്പോൾ ജയ് ഗണേഷിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഉള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ് നമ്മൾ ആസ് എ ടെക്നീഷ്യൻ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്ത ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തറിൽ ചെയ്തതുപോലെ തന്നെയുള്ള പണിയാണ് ജയ് ഗണേഷിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു സിനിമയായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളും അംഗീകരിക്കപ്പെടും, നമ്മളുടെ വർക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും എന്ന് വിശ്വസിക്കും. ഇല്ല, ഞാൻ സംഗീതത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം ഈ സക്സസ് ഹാസ് നോട്ട് ഗോൺ ടു സെറ്റ് എന്നുള്ളതാണ്. അതായത് വളരെ ഗ്രൗണ്ടഡ് ആണ് എപ്പോഴും. എനിക്കറിയാം ആൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഓർക്കുന്നത്, നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ചെന്നൈയിൽ പോകുന്ന ആലോചിച്ചപ്പോൾ പുള്ളി അതിന് കൂടെ വരാൻ ഒരാവശ്യമില്ലാതെ പുള്ളി എഡിറ്ററാണ്. അവിടെ 2 ദിവസം ഇരുന്നു. അപ്പോഴേക്ക് CG പ്രോബ്ലം ഉണ്ട്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പം എല്ലാം കൊള്ളാം, ഈ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഇത് പറയണമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം കുഞ്ചാക്കോ ബോബനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കാലത്ത് വരെയും കുഞ്ചാക്കോ ബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഉണ്ണിമുതൽ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൊടുക്കുന്ന എഫേർട്ടും കൂടി കാണുന്ന സിനിമയായിരിക്കും ജയ് ഗണേഷ്. ഞാൻ പക്ഷെ പണ്ട് തൊട്ടേ അങ്ങനെ കണ്ടിട്ടുള്ളത്, കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത്. സോ എനിക്കതുകൊണ്ട് പടത്തിലും
ടു ബി ഓണസ്റ്റ് ഉണ്ണി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ഐ തിങ്ക് നീ ഫോളോ ചെയ്തു തോന്നുന്നു. അപ്പം ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റൈറ്റ് ഫ്രം ഡേ വൺ ആ മൂവി ജയഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവറി ഡേ എല്ലാ ദിവസവും ജയഗണേഷ് 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 അതുണ്ട്. ഇറ്റ് ഈസ് ദയർ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ജയഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാനറിയാം. പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി. മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര്, ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെ കുറിച്ച്. ഞാൻ അതുകൊണ്ട് ഉണ്ണി ഇരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എല്ലാവരും ചോദിച്ചിട്ട് കാല് വെച്ചുകൊണ്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് താങ്ക് യു. നടികരുടെ ട്രെയിലറിലെ ഉണ്ണിമൂന്നിന് ഫാൻസിനെ ഫോളോ ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഉണ്ണിമൂന്നിനാണ് ഏറ്റവും ലോയലായിട്ട് ഫാൻസിനെ. ഉണ്ണി ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കക്ഷിയാണ്. ഉണ്ണി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യം പുള്ളി ആദ്യത്തെ സിനിമ അഭിനയിച്ചു മല്ലു സിംഗ് അഭിനയിച്ച് അത് സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം അഭിനയം നിർത്തി ഗുജറാത്തിൽ പോയ ആളാണ് ഉണ്ണി. ഗുജറാത്തിൽ പോയി പിന്നെ അവിടെ തിരിച്ചു വന്നുകൊണ്ട് കോളേജിൽ ജോയിൻ ചെയ്തു പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുമിച്ച് അവർ ഓൾറെഡി അതൊരു സ്റ്റുഡൻസാണ്, നിങ്ങൾ ക്ലാസ്മേറ്റ്സാണ്. അപ്പൊ അതായത് എനിക്ക് പുള്ളിയുടെ ഒരു ഗുജറാത്തിലൊക്കെ വളർന്നതിന്റെ കൾച്ചർ കൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു നായകൻ ഇവിടുത്തെ ഒരു കോളേജിൽ പഠിക്കാൻ കേരളത്തിൽ പഠിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങൾ കുറെ ചർച്ചകൾ അതിനെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല പല രീതിയിൽ ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ് ഉണ്ണി. പുള്ളി ഒരു വേറൊരു ചെറിയൊരു സ്പിരിച്വൽ തൊലവൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ഇപ്പൊ ഈ ഗാർഹസ്ഥ്യത്തിലേക്കൊന്നും പോവാതെ നേരെ മറ്റേ ഇതിലോട്ട് ബ്രഹ്മചര്യത്തിലൂടെ തോന്നിയൊരു സംശയമുണ്ട്. അങ്ങനെ ഉണ്ണി ഇവിടെ ഇപ്പം മഞ്ഞുമൽ ബോയ്സിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമകളെല്ലാം തമിഴ്നാട്ടിലെ ആളുകൾ അവിടുത്തെ ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം പ്രേമലു ആണെങ്കിലും ഭ്രമയുഗം ആണെങ്കിലും ഈവൻ ഗോഡ് ലൈഫ് ആണെങ്കിലും അതിന് വൺ ഓഫ് ദ റീസൺ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തമിഴ് ചിത്രങ്ങൾ അവിടെ ഇപ്പോൾ റിലീസ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു റിലീസ് മലയാളം ഫിലിംസ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഈ ജയ് ഗണേഷ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നോ, അല്ലെങ്കിൽ ആഫ്റ്റർ റിലീസ് അവിടെ പോയി പ്രൊമോട്ട് ചെയ്യുമോ, അതിനെപ്പറ്റി എന്താണ് ആഗ്രഹമുണ്ട്? ഐ മീൻ ഞാൻ പറഞ്ഞു സിനിമ മാക്സിമം ട്രാവൽ ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പ്രൈമറി ജയ് ഗണേഷ് ഒരു ഈ പാൻ ഇന്ത്യ ടേം എന്ന് പറയുന്നത് ഈ എല്ലാ കഥകൾക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ത് ഈ തീം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, വീൽ ചെയറിൽ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് ക്രിയേറ്റീവ് ടീമിന് നമുക്ക് തോന്നിയത് ഒരു മലയാള സിനിമയാണ്. ആൻഡ് അത് നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ് ചെയ്തിട്ട് അന്യഭാഷയിൽ ഡബ് ചെയ്തിട്ടൊന്നും പുറത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാള നമുക്ക് ഓഫീസ് വന്നതാണ്, നമ്മള് അവര് തെറ്റില്ലാത്തൊരു പൈസ ഓഫർ ചെയ്തത്, ഞങ്ങളത് വേണ്ട ഡിസൈഡ് ചെയ്തത്. അത് വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചോയ്സ് ആണത്, ഇതെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ എടുക്കാം, പോയാൽ നമുക്ക് പോയി എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ അതിനെ കാണുന്ന വേറെ വിഷയമില്ല. വി വാണ്ട് ഇറ്റ് ടു ബി സീൻ ആസ് എ മലയാളം ഫിലിം. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നാണ് നമ്മുടെ വിഷയം. ഈ എസ്പെഷ്യലി ടൈറ്റിൽ ഭയങ്കര ക്യാച്ച് ചെയ്തുകൊണ്ടും കുറച്ചിങ്ങനെ ഇതിനെ കുറിച്ച് ചർച്ചകളൊക്കെ വന്നതുകൊണ്ട് ഈ ഒബ്വിയസ്ലി ആൾക്കാർ നമുക്ക് ഓഫേഴ്സ് വന്നു അതെങ്ങനെ ചെയ്യുന്നത്. ബട്ട് രഞ്ജിത്തിനുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന ഷുഡ് മലയാളം ഫിലിം ഡെഫിനറ്റ്ലി അവിടെ റിലീസ് ഉണ്ട്. മാർക്കറ്റിംഗ് ബിക്കോസ് ഇത് കേരളത്തിലെ ആൾക്കാർ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് 90% ഓഫ് മൈ പ്രൊമോഷണൽ പ്ലാൻ കേരളത്തെ സംബന്ധിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഞാൻ ദുബായി പോകുന്നുണ്ട്, ദെൻ ചെന്നൈ, ബാംഗ്ലൂർ. ഞാനിപ്പോൾ ഗുജറാത്തിൽ പോയിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറയുമ്പോൾ ജയഗണേഷ് 11 ആയിരുന്നു ടീമിൻ്റെ പേര്. ഞങ്ങൾ ഫൈനൽസ് വരെ എത്തി. അവിടുത്തെ എല്ലാവരെയും കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് പറയാം. ക്രിക്കറ്റ് ആണെങ്കിലും ജസ്റ്റ് ബീങ് വെരി എന്താ പറയുക ലൈറ്റർ നോട്ട്. നമ്മൾ നമ്മുടേതായ രീതിയിൽ എനിക്കൊരു സെറ്റ് ഓഫ് ഇങ്ങനെ തന്നെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റെ സിനിമയുണ്ട്, നിങ്ങൾ വന്ന് കാണണമെന്ന് ഞാൻ ഏറ്റവും രസകരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും.
എന്ന് നോക്കാറുണ്ട്. സോ ഐ ഡോണ്ട് ഫോളോ എ സ്ട്രിക്ട് ഗൈഡ് ലൈൻ പ്രൈമറിലി ബിക്കോസ് നമ്മൾ ഈ പടത്തിന് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്കൊരു ദാറ്റ് ഈസ് സിനിമയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു സിനിമ ഇപ്പോൾ നമുക്ക് വേറെ പല ഓഫേഴ്സ് വന്നു, ഇപ്പോൾ രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അത് നമ്മുടെ പടത്തിന് സൂട്ട് ആവില്ല എന്ന് ഈസിലി ഡിസ്കസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ നമുക്ക് വർക്ക് ആവില്ല, ദാറ്റ് ഈസ് റോങ് ആയ രീതിയിൽ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വെക്കേണ്ട, ബിക്കോസ് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ സ്റ്റാൻഡില്ല, ബിക്കോസ് അങ്ങനത്തെ കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ നമ്മുടെ മുന്നേ വന്ന സിനിമകൾ ചെയ്ത എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ചിലപ്പോൾ സൂട്ടാവില്ല, ചിലത് സൂട്ടാവും. വി ആർ അപ്പ് ഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ മലയാള സിനിമ മാക്സിമം ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചത് മലയാള സിനിമയാണ്. ഞാൻ തുടങ്ങിയത് തമിഴിൽ നിന്നാണെങ്കിലും എനിക്കൊരു രഞ്ജിത്ത് പറഞ്ഞാൽ മല്ലു സിംഗ് ഹിറ്റായപ്പോൾ ഞാൻ ഇനി മതി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ നായകനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, രണ്ടും സാധിച്ചു. ആ പടം കയറി ഹിറ്റ് അടിച്ചു. ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞു, ഇനി തിരിച്ചു. അപ്പോൾ ഞാൻ 9 മാസം ഗുജറാത്തിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ സൂപ്പർ ഹിറ്റ് ഫിലിം എനിക്ക് എൻ്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. 5 സിനിമകൾക്ക് ശേഷം ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി, അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ. ബിക്കോസ് ഇനി ചിലപ്പോൾ ഒരു നടൻ 2 തവണ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു ഐ വാസ് 25-26 ബൈ ദെൻ. എനിക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. പക്ഷെ ഞാൻ ബൈ ദ ടൈം ഞാൻ വിക്രമാദിത്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നോ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സിനിമ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞാൻ പഠിത്തം പിന്നീട് നിർത്തി. സോ എൻ്റെ കുറച്ച് എന്താ പറയുക വൈൽഡായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ്. ബട്ട് അഗൈൻ ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും നാളെ ഈദും ഒക്കെയാണ്, അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ, വിഷു ആശംസകൾ. കുടുംബസമേതം നിങ്ങൾ വിത്ത് ഫാമിലി കാണേണ്ട സിനിമയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 19 പേരുണ്ട്, 100 പേരുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ടേക്ക് യുവർ ഫാമിലീസ്, അവരെ ഈ സിനിമ കാണിച്ചു കൊടുക്കും, ഫീഡ്ബാക്ക് അറിയിക്കൂ. വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അല്ലേ? ഓക്കെ, താങ്ക് യു. റയൻ എന്തോ പറയാം, റയൻ ജോമോൾ കുറച്ചും No. You can talk. No, you talk about it. This movie platform is a whole new experience for me. Me and Unni had a lot of fun while shooting. We made many memories. Like Unni said that we should always eat healthy, and then he invited me to his caravan and he was eating chocolate. I also gave him a Batman collectible as a gift. Also, like, then best wishes to the movie. Hope you all watch the movie. Tell them who's the naughtiest of us. I mean, who's more naughtier than? ഞാൻ പറയുന്ന ഉണ്ണി, യു ആർ വെരി നോട്ടി. അതേസമയം ഒരു 10 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭയങ്കര സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഞാൻ റയാൻ പ്ലീസ്, ഈസ് വെരി സ്മാർട്ട്. ഭയങ്കര ഞങ്ങൾക്ക് ഇവൻ ഇൻവോൾവ് ആയിട്ട് അവസാനം പറഞ്ഞു വൈ യു ഡൂയിങ് ലൈക്ക് ദിസ്. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തിട്ട് മറ്റേ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് ദാറ്റ് റിയാക്ഷൻ. ആഫ്റ്റർ ദാറ്റ് റിയാക്ഷൻ യു ഫിനിഷ് ദ സീൻ. അപ്പൊ ഞാൻ യെസ് ഈസ് ദാറ്റ് ക്വിക്ക് എന്ന് വെച്ചാൽ 10 ദിവസം ഇത് കണ്ടിട്ട് അപ്പൊ എന്നോട് പറയാ ഐ വോണ്ട് ടു സീരിയസ്ലി സംതിങ്. ഞാൻ വിചാരിച്ചു ഞാൻ പറയും യു ബേസിക്കലി എ വെരി നോട്ടി ഗൈ. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്. സോ ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ്. ഞാൻ റാൻഡ് ഒപ്പം വർക്ക് ചെയ്തപ്പോൾ ഐ മിസ്ഡ് ദേവനന്ദ ആൻഡ് ശ്രീപദ്. അപ്പോൾ അഗെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് മിടുക്കനായ മോനാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത്രയും ഇൻട്രാക്ഷൻ മനസ്സിലായി കാണും. സോ ഇവൻ്റെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് മൂവിയിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ആണ്. സോ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഡൗൺ ഫ്ലൈങ് ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ. Also, the food was very nice in the hotel. This hotel or the other one? The one that we were staying while shooting. Oh, nice. Okay. ജോമോൻ കുറച്ചുമ്പേ പറയാനുണ്ടായത് എല്ലാ സിനിമകളിലും ഒരു ഗ്ലസറിൻ നായിക അങ്ങനത്തെ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബ്രേക്ക് ഇല്ല. അതായത് അങ്ങനത്തെ ഒരു പാറ്റേൺ ബ്രേക്ക് വലിയൊരു പടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഗ്ലസറിൻ നായികയായിട്ട് ഇനി പടം ചെയ്യില്ല അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്താണോ പിന്നീട് പോയത്? അല്ലെ പിന്നീട് ഇങ്ങനെ ഒരു ചിത്രം വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണം? അങ്ങനെ ഇല്ല. പക്ഷേ ആ ഒരു ഗ്ലിസറിൻ ട്രെൻഡ് ഒന്ന് മാറ്റിയാലോ എന്ന് ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നോടത്ത് ചോദിക്കുന്നത് എല്ലാ സിനിമയിലും കരച്ചിൽ മാത്രമായിരുന്നു. പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്തു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു. അപ്പം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു, ചെയ്തു. ഡബിങ് അതേപോലെ ചെയ്തുകൂടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി. വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ ഈ പടത്തിൽ
രഞ്ജിത്ത് വിളിച്ചു, ക്രിമിനൽ ലോയർ ആണെന്ന് പറഞ്ഞപ്പം യെസ്, ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ഗ്ലിസറിൻ വേണ്ട എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഐ എം സോ ഹാപ്പി. ഇനിയും അന്ന് ഞാൻ എടുത്ത ചോയ്സുകളിലെ അത് തെറ്റോ കുറ്റമോ ഒന്നും അല്ല, അതങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ, യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ മൂവിയാണ്. ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യൂർ ഇൻ ലൈഫ്, കുറച്ചും കൂടെ നമുക്ക് ചോയ്സ്, നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ഒരു മെച്യൂരിറ്റി വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എവറിഥിങ് ഫെൽ ഇൻ പ്ലേസ് ആ ഒരു ടൈമിൽ. സമയപരിധി കൊണ്ട് നമുക്ക് പ്രസ് മീറ്റ് ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്. ബോഡി ബിൽഡേഴ്സിനെ പറ്റി ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണല്ലോ, വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണ്. അപ്പോ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ണിമന്ദിരം പുകഴ്ത്തുകൊണ്ട് ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താഴുന്നത് നമ്മള് കണ്ടു. അപ്പൊ അദ്ദേഹം ആക്ച്വലി പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ്. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ, ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. തമിഴിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ, ഇതുവരെ ചെയ്യുന്ന കഥാപാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ സൈമോഡ് അങ്ങനത്തെ കഥാപാത്രം. മലയാളത്തില് പ്രത്യേക അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ തമിഴ് ചെയ്യുന്ന പോലത്തെ വെറൈറ്റി ടൈപ്പ് കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതോ? തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നിയത്. കാരണം തമിഴിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് എ വില്ലൻ, ഒരു ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒന്നിലൊരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴില്. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസായതും ഇപ്പോൾ ജയഗണേഷ് ആയാലും. അപ്പം എനിക്ക് അങ്ങനെ ഒരു വേഴ്സിറ്റാലിറ്റി ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXിലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസപ്ഷൻ, ആ മെനി എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും അതും ആ ഒരു വൈഡ് റേഞ്ചിലുള്ള റിസപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ ജയഗണേഷ് അതിലൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്.